വേഗത്തിൽ ചിത്രം പരിശോധിക്കുമ്പോൾ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി 41 എടുത്ത് ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിച്ചുകയറ്റം അവിടെ ഉണ്ടായോ? കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 അവിടെ JMM കോൺഗ്രസ് സഖ്യം RJD സഖ്യം ഭരണത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയാണ് കിട്ടുന്നത് ജാർഖണ്ഡിൽ. അപ്പോൾ ഇന്ത്യ സഖ്യം അതായത് JMM ഭരണം നിലനിർത്താൻ പോവുകയാണ് ജാർഖണ്ഡിൽ അല്ലെ. ഭരണം 84 സീറ്റുകൾ അത് എപ്പോഴത്തെ മഹാരാഷ്ട്രയിലാകട്ടെ മഹായുതി സഖ്യം അല്ലെ, BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം, BJPയും ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അതുപോലെ അജിത് പവാറിന്റെ NCPയും ഉള്ള അതേ സഖ്യം 165 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിനും മുകളിൽ പോയല്ലോ. 145 എന്നാണ് കേവല ഭൂരിപക്ഷം മഹാരാഷ്ട്രയിൽ. അവിടെ നിന്ന് 165ലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ക്ലിയർ മെജോറിറ്റി മഹാരാഷ്ട്രയിൽ. എക്സിറ്റ് പോൾ ശരിയായിട്ടുണ്ട്, പക്ഷേ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. അവിടെ ഷിബു സോറൻ അദ്ദേഹം ഭരണം 41 എന്നുള്ളത് കേവല ഭൂരിപക്ഷത്തിന് കൃത്യം 41 സീറ്റുകളാണ് അവിടെ വേണ്ടത്. 81 അംഗ നിയമസഭയിൽ എന്തായാലും അവിടെ 42ലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ സഖ്യം. പക്ഷേ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി, പക്ഷേ ജാർഖണ്ഡിൽ 81ൽ 74 റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി 81 അവിടെ ഒരു മുന്നേറ്റമാണ്. സ്വാഭാവികമായും JMM കോൺഗ്രസ് സഖ്യത്തിന് ഒരു മുന്നേറ്റമാണ്. മഹാരാഷ്ട്ര പറയുമ്പോൾ രമേശ് ചെന്നിത്തല അവിടെ പ്രചാരണത്തിന്റെയും അതുപോലെ തന്നെ തന്ത്രങ്ങളുടെയും ചുക്കാൻ പിടിച്ച അല്ലെ, തെരഞ്ഞെടുപ്പ് ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മഹാവികാസ് അഘാഡി പ്രിയങ്കയുടെ ഭൂരിപക്ഷം 1 ലക്ഷം കടന്നു. വയനാട് വലിയ രാഷ്ട്രീയം. വയനാട് പ്രിയങ്കയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. ഭൂരിപക്ഷം 1,137,000 ഉയരുന്നു. 1 ലക്ഷം ഭൂരിപക്ഷം പിന്നിടുന്നു വയനാട്. അത് സഹോദരന്റെ ഭൂരിപക്ഷത്തെ മറികടക്കുമോ? രാഹുൽ ഗാന്ധിയേക്കാൾ മറികടക്കുമോ? 3.5 ലക്ഷത്തിന് മുകളിലെത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസ് അവകാശപ്പെടുന്ന പോലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ക്ലിയർ മജോറിറ്റിയിലുള്ള വിജയം അത് ഉറപ്പാണ് എന്നത് UDFും പ്രതീക്ഷിക്കുന്നു. അത് ഉറപ്പാണ് താനും. അതാണ് സാഹചര്യം. പാലക്കാട് 1418 എന്ന ചിത്രത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം. പാലക്കാട് അപ്ഡേഷൻ വൈകുന്നുണ്ട്. 1418 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നു. ഏറെക്കുറെ മഞ്ജുഷ്, ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ ചിത്രം പൂർണ്ണമാകുന്നു എന്ന് നമുക്ക് വിലയിരുത്താമോ? അല്ല, ഇതിപ്പോൾ നഗരസഭ കഴിഞ്ഞ് പിരായിരിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെ, പിരായിരിയിൽ എന്താണ് അതിന്റെ ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കണം. പാലക്കാട് നഗരസഭയിൽ ബാക്കി ബൂത്തുകളും ഉണ്ട്. അതുകൊണ്ട് ആ ബൂത്തുകളിൽ എന്തായിരിക്കും ഇനി ഈ പറയുന്ന 3ാമത്തെ റൗണ്ടും 4ാമത്തെ റൗണ്ടും കഴിഞ്ഞപ്പോൾ ആ മേഖലയിലെ അല്ലേ ഏതെങ്കിലും ബൂത്തിൽ നിന്നുള്ള ഏതെങ്കിലും മേഖലയിൽ നിന്നുള്ള ഒരു പ്രത്യേക എന്തെങ്കിലും കാര്യമാണോ? പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ BJPയുടെ ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശങ്ങൾ. അത് മാത്രമല്ല ഇതിനേക്കാൾ വലിയ ശക്തി കേന്ദ്രം ഒരിടത്തും BJPക്ക് ഇല്ല. അപ്പോൾ ഈ 106 ബൂത്തുകളിൽ നിന്ന് പരമാവധി വോട്ടുകൾ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ സാധ്യതകളില്ല. അപ്പോൾ പിരായിരി പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം മുന്നേറാൻ മനുഷ്യ ഈ BJP വിജയം പ്രതീക്ഷിച്ചത് 2 ഘടകങ്ങളാണ് പ്രധാനമായും സമാഹരിച്ചത്. അവര് ഒന്ന്, നഗര മേഖലകളിൽ പതിവ് മുന്നേറ്റം കാത്തു സൂക്ഷിക്കുക, വലിയ ഭൂരിപക്ഷം. 2, ഗ്രാമമേഖലകളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും അവിടെ ഇടതുപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കപ്പെടുമ്പോൾ പതിവ് വോട്ട് മറിക്കൽ സംഭവിക്കാതിരിക്കുമ്പോൾ ആ ലീഡ് നിലനിർത്തി വിജയത്തിലേക്ക് എത്താം. ഇതാണ് അവർ കണ്ട സൂത്രവാക്യം. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ആ പാളിച്ച സംഭവിച്ചത് നഗരസഭയിൽ. അങ്ങനെ LDF UDF വോട്ട് വിഹിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായില്ല എങ്കിൽ പോലും ഈ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ചോർച്ച പിന്നെ ഒരു സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ പിരായിരിയിൽ ഇതേപോലെ തന്നെ നഗരസഭയിൽ കഴിഞ്ഞ തവണ BJP നേടിയതുപോലെ പിരായിരിയിൽ ഏകദേശം അതിന് തുല്യമായ വോട്ടുകളുടെ ലീഡ് UDFന് കിട്ടിയതാണ്. അതിൽ UDF